തിരുഹൃദയത്തിരുന്നാൾ. ഒരു മാസം നീണ്ടു നിൽക്കുന്ന തിരുഹൃദയ ഭക്തിയുടെ പ്രധാന ദിനമായി വിനീതഹൃദയനായ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. 10 ദൈവപ്രമാണങ്ങളെ അവരുടെ സ്വാർത്ഥത കൊണ്ട് 613 നിയമങ്ങളുണ്ടാക്കി. കഠിനഹൃദയത്തോടെ ദരിദ്രരെയും പാവപ്പെട്ടവരെയും സാധാരണ ജനങ്ങളെയും അടിച്ചമർത്തിയപ്പോൾ ആ ഭാരമുള്ള ചുമട് വഹിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് വേണ്ടി കരുണാർദ്ര ഹൃദയത്തോടെ യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതന ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം. ദൈവത്തിന് മനുഷ്യനുള്ള സ്നേഹത്തിൻ്റെ മാംസരൂപമായി യേശുവിനെ ദൈവം ഉയർത്തി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാണ് ദൈവപിതാവിൻ്റെ തിരുമനസ്. സ്വർഗ്ഗത്തിൽ എന്നതുപോലെ അത് ഭൂമിയിലും വരണമേ എന്ന് പ്രാർത്ഥിക്കാനാണ് അവൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കും. 1 യോഹന്നാൻ 4:12. ദൈവം വസിക്കുന്നിടം സ്വർഗമാകും. ദൈവം കൂടെയില്ലാത്ത മനുഷ്യരെ കഠിനഹൃദയർ എന്നാണ് നാം വിളിക്കുക. ഹൃദയമില്ലാത്തവരുടെ എണ്ണം ചുറ്റുപാടും വർദ്ധിച്ചു വരികയാണ്. ഹൃദയമില്ലാത്ത മതം, ഹൃദയമില്ലാത്ത കുടുംബം, ഹൃദയമില്ലാത്ത ഭരണകർത്താക്കൾ തുടങ്ങി അത്തരം പ്രസ്ഥാനങ്ങളാണ് എവിടെ നോക്കിയാലും നാം കാണുക. സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനു വേണ്ടി മനുഷ്യർ പരസ്പരം പോരടിക്കുകയാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ തൻ്റെ ജീവൻ അർപ്പിക്കുകയും ഹൃദയം കുന്തത്താൽ കുത്തി തുറക്കപ്പെടുകയും ചെയ്ത ആ സംഭവത്തിൻ്റെ ഓർമ്മയാണ് തിരുഹൃദയ തിരുനാളിലെ പ്രധാന ചിന്താവിഷയം. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി പകരം മാംസഹൃദയം ഞാൻ സ്ഥാപിക്കും. എസെക്കിയേൽ 36:26. യേശുവിൻ്റെ മനോഭാവം നമ്മിൽ വന്ന് നിറയുമ്പോഴാണ് തിരുഹൃദയ തിരുനാൾ നമ്മിൽ അനർത്ഥമാകുക. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം. ഓരോരുത്തരും തങ്ങളുടെ താല്പര്യത്തെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കട്ടെ. ഫിലിപ്പോസ് 4:2. മരണത്തോളം താഴ്ന്നു കൊടുത്ത യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം വളരുമ്പോഴാണ് ആ ഹൃദയഭാവം നമുക്കും സ്വായത്തമാക്കുവാൻ കഴിയുക.